ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മസാല ദോശയാണ്. അതിൽ തന്നെ മസാലക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നത്. ആദ്യം തന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 4 സവാള ആണ് എടുത്തിരിക്കുന്നത്. സവാള ഞാൻ നീളത്തിൽ അധികം കനമില്ലാതെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതേ സമയം തന്നെ ഒരു 4 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 4-5 വിസിൽ അടിയുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് കൂളായതിന് ശേഷം മാത്രം എടുക്കുക. നമുക്ക് പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിലേക്ക് നമ്മുടെ പരിപ്പെടുത്തിട്ട് അതും ഇടുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് റെഡി ആകുമ്പോൾ തന്നെ അതിലേക്ക് ഞാൻ ആവശ്യമുള്ള പച്ചമുളക് ഇടുന്നുണ്ട്. ഞാനിവിടെ 5-6 പച്ചമുളക് ഇടുന്നുണ്ട്, കാരണം ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് മസാല. അതിപ്പോൾ ഒരു 5-6 പച്ചമുളക് ഞാൻ നടുവേ ചീന്തിയിട്ടാണ് ഇടുന്നത്. അതൊന്ന് ആയി വരുമ്പോൾ തന്നെ നമുക്ക് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, വാട്ടി കൊടുക്കുക. ഒരുപാട് വാടി ഇതാവണമെന്നില്ല. നമ്മളൊന്ന് വാട്ടിയിട്ട് കുറച്ചൊന്ന് നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചെറുതായിട്ട്. എന്നിട്ട് അതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റും തക്കാളിയുമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ക്യാരറ്റ് വേണമെങ്കിൽ പൊട്ടറ്റോൻ്റെ കൂടെയൊക്കെ വേവിച്ചിടാനും പറ്റും, അല്ലെങ്കിൽ വലിയ പീസാക്കിയിട്ട് കുറച്ചൊന്ന് പുഴുങ്ങിയെടുത്തിട്ടിടാം. ഞാൻ ഇവിടെ ചെറിയ പീസാക്കിയിട്ടാണ് തക്കാളിയും അതേപോലെ ക്യാരറ്റും ഇടുന്നത്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് മസാലപ്പൊടികൾ ഇടുകയാണ്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂണോളം ഞാൻ എന്ത് ഇട്ടെടുത്തിട്ടെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചത് നല്ലപോലെ ഉടച്ചിട്ട് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ പൊട്ടിച്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്, കുറച്ചധികം മസാല ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അവിടെ സെറ്റാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ദോശ ഉണ്ടാക്കാം. ദോശ നല്ലപോലെ മാവ് തലേന്ന് വെച്ച് തന്നെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ ഇപ്പോൾ ഒരുപാട് അവൈലബിളാണ് ദോശ മാവൊക്കെ. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് നെയ്യ് കൂടി ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ റെഡിയാവും, ക്രിസ്പി ദോശ റെഡിയാവും. അതിൻ്റെ നടുവിലേക്ക് നമ്മുടെ മസാല വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ നമ്മളെ മസാല ദോശ റെഡിയായി. നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ടേസ്റ്റ് എന്തായാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മസാല ദോശയ്ക്കായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.